VPP മുസ്തഫ, ഇപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു, 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വരാത്തത്? PR ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടും അത് വന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ വ്യാജ വാർത്തകളുടെ ഒരു സൃഷ്ടിപ്പിന്റെയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുന്നതിന്റെയും ഒരു രീതിശാസ്ത്രം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വിശദീകരണം ഒന്ന് പറയൂ, ഞാൻ കേട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രിമാരും പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു PR ഏജൻസിയുടെ ഇന്നേ വരെയുള്ള ബന്ധം ഇല്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടത് ഏതാണ്ട് 1.25 മണിക്കൂർ നേരമാണ്. വിശദമായൊരു മാധ്യമ സമ്മേളനമായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ 1-ലധികം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം മുഖ്യമന്ത്രിയോട് പലതവണയായി ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രസാദ്, ഞങ്ങൾ ഒരുമിച്ച് SFI പ്രവർത്തിച്ചതാണ്. അദ്ദേഹം ആ മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനം വന്ന് ലൈവായിട്ട് എനിക്ക് കാണാൻ സമയമുണ്ടായിരുന്നത് കൊണ്ട് പ്രസാദ് നിരവധി തവണ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഏത് PR ഏജൻസിയാണ് ആ വാർത്താ സമ്മേളനം തയ്യാറാക്കിയതും റിപ്പോർട്ടർ ചാനലിന്റെ പ്രസാദിനോട് ഇന്ന ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏത് PR ഏജൻസിയാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായ പ്രസാദിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്? അതാണല്ലോ ചെവിയിൽ തിരികിയിരിക്കുന്ന സാധനത്തിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നല്ലോ എന്ന് 2020 മുഖ്യമന്ത്രി പരിഹസിച്ചത്. ശ്രീ VPP മുസ്തഫ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ കറങ്ങി പിടിക്കണ്ടല്ലോ. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളാണല്ലോ. ഇപ്പോൾ ദ ഹിന്ദു നൽകിയിരിക്കുന്ന ഖേദപ്രകടനമാണല്ലോ നമ്മുടെ വാർത്തയുടെ പ്രധാന കേന്ദ്ര ബിന്ദു എന്നുള്ളത്. ആ വാർത്താക്കുറിപ്പ്, അവരുടെ ഖേദപ്രകടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു PR ഏജൻസിയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടതെന്നും PR ഏജൻസിയാണ് പിന്നീട് ഇന്ന കാര്യം കൂടി ചേർക്കാൻ ആവശ്യപ്പെട്ടതെന്നും അത് എഴുതി തന്നാൽ ചേർക്കാമെന്ന് പറഞ്ഞ് എഴുതി തന്നത് തങ്ങളുടെ പക്കലുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഖേദപ്രകടനം വന്നത്. ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രത്തിൽ ഹിന്ദുവിന്റെ ഖേദപ്രകടനം വാർത്തയാണ്. പക്ഷെ അതിൽ ആദ്യ വരിയില്ല. അതായത് PR ഏജൻസി എന്നൊരു വാചകമേ ഇല്ല, ഖേദപ്രകടനം മാത്രമായി കൊടുത്തിരിക്കുന്നു. അതെന്താണ് അങ്ങനെ? മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് വന്നത്. ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദുവിലെ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി നേരിട്ട് കത്തായി എഴുതി ഇമെയിൽ അയച്ചു. അത് ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഹിന്ദുവിന്റെ വിശദീകരണം വരികയുമാണ്. ആ വിശദീകരണമാണ് നമ്മുടെ വാർത്ത ശ്രീ VPP മുസ്തഫ. ആ വിശദീകരണമാണ് നമ്മുടെ വാർത്ത ശ്രീ VPP മുസ്തഫ. അതേക്കുറിച്ചാണല്ലോ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്ന് കൈവിട്ട് പോവുകയാണല്ലോ. കാരണം വയനാടിനെ കുറിച്ച് നിങ്ങൾ എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും ഇതിലേക്ക് വരൂ. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ശ്രീ VPP മുസ്തഫ. ആകെ 1 മണിക്കൂർ 2 ബ്രേക്കുമുണ്ട്. താങ്കൾ ഒന്ന് സമയപരിമിതി കൂടി പരിഗണിച്ചുകൊണ്ട് പറയൂ. അങ്ങനെ നിങ്ങൾക്ക് സൗകര്യമുള്ള സെലക്ഷൻ മാത്രം നടത്താൻ കഴിയില്ലോ. നിങ്ങൾ കൊടുത്ത വാർത്തയെ കുറിച്ചാണ് ഞാനും പറയുന്നത്. നമ്മുടെ വിഷയത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുന്നത്. വിഷയം പറഞ്ഞ ശേഷമാണ് അതിഥികളെ വിളിക്കുന്നത്. അല്ലല്ല, കാരണം അത് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നിങ്ങൾ ഇന്നലെ തുടങ്ങിയത് എങ്ങനെയാ? ഇതിപ്പോ ഇന്നിങ്ങനെ തുടങ്ങുന്നതല്ലോ. ഇന്നലെ തുടങ്ങിയത് എങ്ങനെയാ? ഇന്നലെ ചർച്ചകൾ നടത്തിയത് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ പറഞ്ഞു, മലപ്പുറത്തെ ആക്ഷേപിച്ചു, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്ഷേപിച്ചു. ഇത് പറഞ്ഞിട്ട് തുടങ്ങിയവരല്ലേ? ഇന്നിപ്പോ അതിനെ കുറിച്ചില്ലല്ലോ. അങ്ങനെ മലപ്പുറത്തെ ആക്ഷേപിക്കുന്ന ഒരു വാചകം ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാതിരുന്നിട്ടും അത് ചേർക്കാൻ വേണ്ടി ഒരു PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ വന്നുകൊണ്ട് പറയുന്നു. അതിനനുസരിച്ച് എഴുതി തന്നാൽ കൊടുക്കാമെന്ന് പറയുകയും എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുമാണല്ലോ ഡെപ്യൂട്ടി എഡിറ്റർ പറയുന്നത്. ശോഭന K. നായരുടെ വിശദീകരണക്കുറിപ്പ് അങ്ങനെയാണല്ലോ ശ്രീ VPP മുസ്തഫ. എന്തുകൊണ്ടാണ് പാർട്ടി മുഖപത്രത്തിൽ ഈ വാർത്ത വരുമ്പോൾ PR ഏജൻസിയുടെ റോൾ നിങ്ങൾ തമസ്കരിച്ചത്? നിങ്ങളുടെ വാക്കാണല്ലോ തമസ്കരിക്കൽ. ആ തമസ്കരിച്ചത് എന്തുകൊണ്ടാണ്? അർത്ഥസത്യങ്ങൾ മാത്രമായി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത് തമസ്കരിക്കൽ എന്ന് പറയുന്നത്. ഞാൻ ഈ തമസ്കരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ശ്രീ VPP മുസ്തഫ. PR ഏജൻസിയുടെ റോൾ തമസ്കരിച്ചത് എന്തുകൊണ്ട് ശ്രീ VPP മുസ്തഫ? PR ഏജൻസി എന്ന് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഈ ഘട്ടമായിട്ടും പ്രതികരിക്കുന്നില്ല? നിങ്ങൾ
ഇത്ര കാര്യമായി ദേശാഭിമാനി പത്രം സൂക്ഷ്മമായി വായിക്കുന്നയാൾ ഇന്ന് പകല് വന്ന ദേശാഭിമാനിയുടെ ഓൺലൈൻ എഡിഷന്റെ വാർത്തകൾ കൂടി വായിക്കൂ. ഓൺലൈനിലെ വാർത്തകൾ കൂടി വായിക്കൂ. ഇനി അത് പോരാ, ഇനി ദേശാഭിമാനി വായിക്കാൻ ഇന്ന് നേരം കിട്ടിയിട്ടില്ല. നിങ്ങളെ പോലെ മറ്റൊരു ചാനലാണല്ലോ കൈരളി, അതിൽ വന്നിട്ടുള്ള ഇത് സംബന്ധിച്ച CPIM-ന്റെ വിശദീകരണവും വാർത്തകളും കൂടി കേൾക്കൂ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ തന്നെ CPIM-ന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നൽകിയ വിശദീകരണം നിങ്ങൾ പറഞ്ഞു. PR ഏജൻസിയെ കുറിച്ച് എന്തോ തമസ്കരിച്ച് PR ഏജൻസിയെ കുറിച്ച് മിണ്ടാതെ പോയി എന്നൊക്കെ വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ ഭാഗമാണ്. വളരെ കൃത്യമായിട്ട് PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം വ്യക്തത വരുത്തൂ ശ്രീ PP മുസ്തഫ. മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി വേണോ എന്ന ചോദ്യം ആർക്കും ചോദിക്കാം. ആ ചോദ്യമാണല്ലോ ഈ മന്ത്രിമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് പ്രതികരിക്കാത്തത്? നേരത്തോട് നേരമായി ശ്രീ PP മുസ്തഫ, നിങ്ങൾക്ക് ഹിന്ദു പത്രത്തിന്റെ ഖേദപ്രകടനം സ്വീകാര്യമാണോ? അതെങ്കിലും ഒന്ന് പറയാമോ? അത് സ്വീകാര്യമാണോ? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ഒരു PR ഏജൻസിയും ഇല്ല. അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ആ പറയുന്നത് പോലെ തന്നെ ശ്രീ PP മുസ്തഫ, മുഖ്യമന്ത്രി PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സത്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു സത്യമാണ് കെൻസൺ എന്ന PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നത്. അതിലൊരാൾ CPM-ന്റെ മുൻ MLA-യുടെ മകൻ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഇന്ന് പുറത്തു വരികയാണ്. 2 പേരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഏജൻസിയുടെ 2 പ്രധാനപ്പെട്ട ആളുകൾ അതിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നല്ലോ. അപ്പോൾ എന്താണ് അവരുടെ റോൾ? ആരാണ് അവരെ നിയോഗിച്ചത്? മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും നിയോഗിച്ചോ? ഇത്ര വലിയ PR ഏജൻസി, ബഹുരാഷ്ട്ര കമ്പനികളുടെ അടക്കം PR എടുക്കുന്ന ഏജൻസിയാണ്. വലിയ പണം കൊടുക്കേണ്ട സംവിധാനമാണ്. അപ്പോൾ അത് ആര് ചെയ്തു? അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊരു വാചകം പോലും കേട്ടില്ലല്ലോ. ഹരിപ്പാട് മുൻ MLA-യും CPIM-ന്റെ ആലപ്പുഴയിലെ നേതാവുമായ സഖാവ് TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI-യുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഹൈദരാബാദിലെ IFLU-യിലെ അതുപോലത്തെ ഒരു വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ SFI-യുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുടെ ടീമിൽ ദീർഘകാലം പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. അത് എല്ലാ പാർട്ടികൾക്കും, കോൺഗ്രസിന് വേണ്ടി, തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി, ഇങ്ങനെ പല പാർട്ടികൾക്ക് വേണ്ടിയും ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ CPIM മുൻ MLA-യുടെ മകനും പഴയ SFI നേതാവുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചതാണ് എന്ന് പറയുന്നതിന് നിലവിൽ അദ്ദേഹം ശ്രീ PP മുസ്തഫ, താങ്കൾ അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. നിലവിൽ അദ്ദേഹം എന്താണ്? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഏജൻസിയോ പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയിട്ടോ ആണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ അക്നോളജ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായ യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഏറ്റവും ഒടുവിൽ 1.25 മണിക്കൂർ പത്രസമ്മേളനം നടത്തിയിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ വളരെ പ്രഗത്ഭരായ ചോദ്യങ്ങളെ പോലും നേരിട്ട് ഒരു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.